وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. സൂറത്തുൽ ബഖറയിലെ 65-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ചെറിയ ആയത്തിൽ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മീൻകും സുക്കൂനുള്ള നൂന് ശേഷം കാഫ് വന്നു. ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് കാഫ്. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മീൻകും ഫിസ്സബതി, ബാഇന്റെ മേലെ സുക്കൂന് വന്നിട്ടുണ്ട്. കൽക്കല ചെയ്യേണ്ട വാക്കാണത്. ഫിസ്സബതി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, അവിടെയെല്ലാം ഇദ്ഹാറാണ്, നിയമം മണിക്കാൻ പാടില്ല. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വലഖദ് തീർച്ചയായും, അലിംതും നിങ്ങൾ അറിഞ്ഞു, അല്ലദീന യാതൊരു കൂട്ടരെ, ഇഅ്തദൗ അവർ അതിക്രമിച്ചു, മിൻകും നിങ്ങളിൽ നിന്ന്, ഫിസ്സബ്തി ശനിയാഴ്ചയിൽ അല്ലെങ്കിൽ ശബത്ത് ദിവസത്തിൽ, ഫഖുൽനാ അപ്പോൾ നാം പറഞ്ഞു, ലഹും അവരോട്, കൂനു നിങ്ങൾ ആകുവീൻ, ഖിറദതൻ കുരങ്ങുകൾ, ഖാസിഈൻ ഹീനന്മാരായ. അപ്പോൾ സഹോദരങ്ങൾ, ഈ ആയത്തിന്റെ അർത്ഥം, നിങ്ങളിൽ നിന്ന് സബത്ത് ദിവസത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഹീനന്മാരായ കുരങ്ങന്മാരായി തീരുക എന്ന്. സഹോദരങ്ങൾ, ഇവിടെ ഈ 65-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ വലഖദ് അലിംതും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടങ്ങുന്നത്. അതായത് ഈ ആയത്തിന്റെ അഭിസംബോധന ജൂതന്മാരോടാണ്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്ന ഈ ചരിത്രത്തെ കുറിച്ച് നന്നായി അറിയുന്നത്. അല്ലാഹു ഇവിടെ എടുത്തു പറയുന്ന കാര്യം അവർക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ നിന്ന് സബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല, പണിയെടുക്കാൻ പാടില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിയമം, ആ നിയമം തെറ്റിച്ചുകൊണ്ട്, അതിര് കവിഞ്ഞുകൊണ്ട് കടൽ തീരത്ത് താമസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ പ്രവർത്തിച്ച ഗുരുതരമായ അനുസരണക്കേടിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച ആ തെമ്മാടികളായ ആളുകളെ ഹീനന്മാരായ കുരങ്ങന്മാരായി തീർത്തു എന്നാണ് ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങൾ, ഇതേ സംഭവം അല്ലാഹു സൂറത്തുൽ അഅറാഫിൽ 163 മുതൽ 165 വരെയുള്ള ആയത്തുകളിൽ ഒന്നുകൂടി വിശദമായി വിവരിക്കുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത്, ആ ആയത്തിന്റെ അർത്ഥം ഇവിടെ പറയാം. കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ പറ്റി നീ അവരോട് ചോദിച്ചു നോക്കൂ. അതായത് ശബ്ബത്ത് ദിനം ആചരിക്കുന്നതിൽ അവർ അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെ പറ്റി. അവരുടെ ശബ്ബത്ത് ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിനു മീതെ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും
അവർക്ക് ശബ്ബത്ത് ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം അവർ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു. അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ്. ഒരു വേള അവർ സൂക്ഷ്മത പാലിച്ചെന്നു വരാമല്ലോ. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നുകളഞ്ഞപ്പോൾ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിലക്കിയിരുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ അവർ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ പറയുന്നത്. ഇസ്രായേലരുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മറ്റൊരു അനുസരണക്കേടിന്റെ ചരിത്രമാണ് ഇവിടെ ഈ 65-ാമത്തെ ആയത്ത് ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അവർ ചെയ്ത ഈ ധിക്കാരം വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത് വലിയ ഒരു ശിക്ഷയാണ്. കഠിനമായ ഒരു ശിക്ഷ അള്ളാഹു അവർക്ക് നൽകി. ഈ ധിക്കാരം പ്രവർത്തിച്ചിരുന്നവരെ അള്ളാഹു കുരങ്ങന്മാരാക്കി മാറ്റി എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അവ ഓരോന്നും മനസ്സിരുത്തി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. എന്താണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾക്ക് ശനിയാഴ്ച ദിവസവുമായുള്ള ബന്ധം? അതുപോലെ ആ ദിവസത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ കുരങ്ങന്മാരാക്കി എന്ന് പറയുമ്പോൾ ആ രൂപമാറ്റം സംഭവിച്ചതിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അതുപോലെ അവർ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയായിരുന്നു? ഇതെല്ലാം വിശദമായി നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാം ഓരോന്നും അടുത്ത ക്ലാസ്സുകളിലായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.